പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് പ്രൈമറി ഫങ്ഷൻ, പ്ലാനിംഗ്, ആസൂത്രണം എന്ന അധ്യായമാണ്, ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ പ്ലാനിങ്ങിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ഫങ്ഷനായ ഓർഗനൈസിങ്, സംഘാടനം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സംഘാടനം എന്നുള്ളത് നിങ്ങൾ സ്ക്രീനിൽ ഡെഫിനിഷൻ കാണുന്നുണ്ടാവും. ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ബ്രിങ്ങിങ് ടുഗദർ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്രൊഡക്റ്റീവ് റിലേഷൻസ് among them for the achievement of specific goals. എന്ന് പറഞ്ഞാൽ സംഘാടനം എന്നത് മനുഷ്യ പ്രയത്നങ്ങൾ ഏകോപിപ്പിക്കുകയും മാനുഷികവും സാമ്പത്തികവും ഭൗതികവുമായ വിഭവങ്ങൾ കൂട്ടിച്ചേർക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സംഘാടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, പ്ലാനിങ്ങിൽ നമ്മൾ ലക്ഷ്യമാക്കിയ കാര്യങ്ങൾ നേടാൻ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ മാനുഷികമായ വിഭവങ്ങളും ഭൗതികമായ വിഭവങ്ങളും സാമ്പത്തികമായ വിഭവങ്ങളും സംഘടിപ്പിക്കുക അല്ലെങ്കിൽ സ്വരൂപിക്കുക എന്നതാണ് സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഘാടനത്തിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. 4 സ്റ്റെപ്പുകളാണ്, ഘട്ടങ്ങളാണ് സംഘാടന പ്രക്രിയയിലുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ജോലികൾ തിരിച്ചറിയലും വിഭജിക്കലും, ജോലി വിഭജനം. ഇറ്റ് മീൻസ് ഡിവൈഡിങ് ടോട്ടൽ വർക്ക് ഇൻ ടു സ്പെസിഫിക് ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ ദെൻ ഗ്രൂപ്പ്ഡ് ഇൻ ടു ജോബ്സ് ആൻഡ് അസൈൻഡ് ടു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദിസ് ബ്രിങ്സ് സ്പെഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ഈ ജോലി വിഭജനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ജോലിയെ പല ചെറിയ ജോലികളായി വിഭജിക്കുകയും ഓരോ വലിയ ജോലിയുടെ ഓരോ ചെറിയ ഭാഗവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അത് സ്ഥാപനത്തിൽ വൈദഗ്ധ്യവൽക്കരണം കൊണ്ടുവരുന്നു എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം 1,00,000 ടൺസ് വിൽപ്പനയാണ് എങ്കിൽ 1,00,000 ടണ്ണ് ഏതെങ്കിലും പ്രോഡക്റ്റ്, തുണിയായിരിക്കും, തുണികളുടെ വിൽപ്പന. 1,00,000 ടണ്ണ് ക്ലോത്ത്സ്, തുണികളുടെ വിൽപ്പനയാണെങ്കിൽ ഈ 1,00,000 ടണ്ണ് വിൽപ്പന നേടാൻ ആദ്യം 1,00,000 ടണ്ണ് ഉൽപ്പാദനം നടക്കണം. അപ്പോൾ ഈ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 1,00,000 ടൺ എന്ന വിൽപ്പനയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം നേടാൻ ആവശ്യമായ ജോലി പറഞ്ഞാൽ അത് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജോലികളെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കി മാറ്റി വിഭജിക്കുന്നു. മാനുഫാക്ചറിങ്, ഉൽപ്പാദനം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാൻ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ അവരെ ഏൽപ്പിക്കുന്നു. അതുപോലെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വിൽപ്പന വരും, പരസ്യം വരും, സെയിൽസ് പ്രൊമോഷനൊക്കെ വരും. അപ്പോൾ ഈ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ പല ജോലികളായി വിഭജിച്ച് ഓരോ ജോലിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുക. അതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക്, ജോലി വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പറയുന്നത് ഈ വിഭജിച്ച ജോലികളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കലാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. നമ്മൾ വിഭജിച്ച ആദ്യത്തെ സ്റ്റെപ്പിൽ ജോലി വിഭജനമാണ്. വിഭജിച്ച ജോലികളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ.
എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള ജോലിയെ മാറ്റേണ്ടി വരും. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആഫ്റ്റർ ഫോമിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കിയിട്ട് ഈച്ച് എംപ്ലോയീസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദിയർ റെസ്പെക്റ്റീവ് പൊസിഷൻസ് അണ്ടർ എ മാനേജർ ആൻഡ് അലോക്കേറ്റ് ദം ദ ഡ്യൂട്ടീസ് ബേസ്ഡ് ഓൺ ദിയർ സ്കിൽ ആൻഡ് നോളജ്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ മാനേജേഴ്സിനും തൊഴിലാളികൾക്കും ഒരു കൂട്ടം തൊഴിലാളികൾക്കൊരു മാനേജർ ഉണ്ടാവും. അപ്പോൾ ഈ തൊഴിലാളികൾക്കും ഈ മാനേജറിനും അവരുടെ മാനേജർക്കും ആവശ്യമായ ഡ്യൂട്ടീസ് അതവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള മാനേജേഴ്സിനും തൊഴിലാളികൾക്കൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത ജോലികൾ, ഡ്യൂട്ടീസ് അവരെ ഏൽപ്പിക്കലാണ് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ ഈ ജോലി ചെയ്യാൻ ആവശ്യമായ കഴിവും വൈദഗ്ധ്യവും അറിവുമൊക്കെ ഉള്ളവരെയാണ് അത്തരം ജോലികൾ ഏൽപ്പിക്കുക. ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളവർ അക്കൗണ്ടൻസി പഠിച്ച ക്വാളിഫൈഡ് ആയ ആളുകളായിരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻസൊക്കെ ആയ ആളുകളായിരിക്കും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ അവരെ അക്കൗണ്ടിങ് ജോലികൾ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ജോലികൾ ഏൽപ്പിക്കലാണ് മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ സംഘാടനം എന്ന പ്രക്രിയയിൽ 3 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. 1 ഡിവിഷൻ ഓഫ് വർക്ക്, ജോലി വിഭജനം. 2 ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ, ഇങ്ങനെ വിഭജിച്ച ഓരോ ജോലികളെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകുന്നു. 3 അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. 4ാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇങ്ങനെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ഈ വേരിയസ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കി വിത്ത് എ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈച്ച് എംപ്ലോയി ഷുഡ് നോ ഫ്രം whom he has to take orders and to whom he is accountable. This will facilitate the smooth functioning of the enterprise. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഇവിടെ കൃത്യമായൊരു ബന്ധം അവർക്കിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനിടയിലും നമ്മൾ ഈ സ്ഥാപിച്ചു കൊടുക്കേണ്ടതുണ്ട്. റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കൽ എന്നാണ് അതിൻ്റെ മലയാളം. ആരിൽ നിന്നാണ് ഉത്തരവുകൾ സ്വീകരിക്കേണ്ടതെന്നും ആരോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നതെന്നും ഓരോ ജോലിക്കാരനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരിൽ നിന്നാണ് ഉത്തരവുകൾ സ്വീകരിക്കേണ്ടത്, ആരോടാണ് കടപ്പെട്ടത് എന്നുള്ളവർക്ക് ആ ബന്ധം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കലാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ 4 സ്റ്റെപ്പുകളാണ് സംഘാടനം എന്ന പ്രക്രിയയിലുള്ളത്. 1ാമത്തെ ജോലി വിഭജനം, ഡിവിഷൻ ഓഫ് വർക്ക്. 2ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, ഇങ്ങനെ വിഭജിച്ച ജോലികൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കി മാറ്റുന്നു. 3 അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമായ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. 4 എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, ആരിൽ നിന്നാണ് ഉത്തരവുകൾ സ്വീകരിക്കേണ്ടത് എന്ന്. ഈച്ച് എംപ്ലോയി ഷുഡ് നോ ഫ്രം whom he has to take orders and to whom he is accountable. ആരോടാണ് കടപ്പെട്ടതെന്ന് ഓരോ തൊഴിലാളിയും കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഈ ബന്ധം, ആരിൽ നിന്നാണ് ഉത്തരവുകൾ സ്വീകരിക്കേണ്ടത്, ആരോടാണ് കടപ്പെട്ടത് എന്ന ബന്ധം കൃത്യമായിട്ട് ഈ സ്റ്റെപ്പിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് ഓരോ തൊഴിലാളികൾക്കും. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്ന ഈ 4 സ്റ്റെപ്പുകളാണ് സംഘാടന പ്രക്രിയയിലുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് സംഘാടനം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നല്ല സംഘാടനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ മെച്ചങ്ങളുണ്ടാകും, സംഘാടനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. 1 ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യവൽക്കരണത്തിന് മെച്ചം കിട്ടും. അപ്പോൾ നല്ലൊരു സംഘാടനം ഉണ്ടെങ്കിൽ, സംഘാടനത്തിന് 1ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു ഡിവിഷൻ ഓഫ് വർക്കാണ്. ജോലി
ഓരോ ജോലിയിലും കഴിവും വൈദഗ്ധ്യവും ഉള്ളവരുടെ അടിസ്ഥാനത്തിൽ ജോലിയെ വിഭജിക്കുകയാണ്. അങ്ങനെ ജോലിയെ വിഭജിക്കുമ്പോൾ ഒരു ചെറിയ ജോലി ഒരു 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 കൂട്ടം തൊഴിലാളികൾ ഒരു ജോലിയുടെ ഒരു ഭാഗം മാത്രം ചെയ്യുമ്പോൾ അവരതിൽ വിദഗ്ധരായി മാറും. അങ്ങനെ വൈദഗ്ധ്യവൽക്കരണം, അതിൽ വിദഗ്ധരായി മാറുന്ന ഇതിൻ്റെ ഒരു മെച്ചം ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കും. അപ്പോൾ സംഘാടനത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നത്. ജോലി വിഭജിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ കിട്ടിയ ജോലിയിൽ ഈ തൊഴിലാളികൾ വിദഗ്ധരാകുന്നു. അപ്പോൾ വൈദഗ്ധ്യവൽക്കരണം ഉണ്ടാവും. ഈ വൈദഗ്ധ്യവൽക്കരണം സ്ഥാപനത്തിന് മെച്ചാണ്. സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും, കാര്യക്ഷമതയും അതുപോലെ പ്രവർത്തനക്ഷമതയൊക്കെ വർദ്ധിക്കും. അതാണ് ഒന്നാമത്തെ മെച്ചം. അപ്പോൾ സംഘാടനത്തിന് ഒന്നാമത്തെ വെച്ചാണ് വൈദഗ്ധ്യവൽക്കരണം ഉണ്ടാവും. രണ്ടാമത് സംഘാടനം കൊണ്ടുണ്ടാകുന്ന മെച്ചം ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻ, പ്രവർത്തന ബന്ധങ്ങളിൽ വ്യക്തത ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞു ഓർഗനൈസിങ്ങിൻ്റെ 4ാമത്തെ സ്റ്റെപ്പാണ് റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കൽ. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ബന്ധങ്ങൾ സ്ഥാപിക്കൽ ബന്ധം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആരിൽ നിന്നാണ് ഉത്തരവുകൾ സ്വീകരിക്കേണ്ടത്, ആരോടാണ് തൊഴിലാളികൾ കടപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവർത്തന ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാകും. ഓർഗനൈസേഷൻ നന്നായി ഉണ്ടായാൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ വ്യക്തത ഉണ്ടാകും എന്നാണ് ഓർഗനൈസേഷൻ്റെ രണ്ടാമത്തെ മെച്ചം. മൂന്നാമത്തെ മെച്ചം, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് മിനിമൈസ് കോൺഫ്ലിക്ട്സ് ആൻഡ് കൺഫ്യൂഷൻ. ഇങ്ങനെ ക്ലാരിറ്റി ഉണ്ടായാൽ, പ്രവർത്തന ബന്ധങ്ങളിൽ വ്യക്തത ഉണ്ടായാൽ അവിടെ കോൺഫ്ലിക്റ്റും അതുപോലെ കൺഫ്യൂഷനും ഒന്നും ഉണ്ടാവില്ല. അവിടെ സംഘർഷങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാവില്ല. മൂന്നാമത്തെ ഇമ്പോർട്ടൻസാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓർഗനൈസിങ് ഹെൽപ്സ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒഴിവാക്കും. നല്ല സംഘാടനം ഉണ്ടെങ്കിൽ, കാരണം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല, കാരണം ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ വിച്ച് ലീഡ്സ് ടു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവായാൽ അവിടെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉണ്ടാകും. അപ്പോൾ സംഘാടനത്തിൻ്റെ ഒരു മൂന്നാമത്തെ വെച്ചാണ് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം നടക്കും എന്നുള്ളത്. നാലാമത്തെ വെച്ചാണ് ഇമ്പോർട്ടൻസാണ് അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. മാറ്റത്തിന് അനുരൂപമാകുക. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ ബിസിനസ്സിൻ്റെ ബാഹ്യ പരിസ്ഥിതി, ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ബിസിനസ്സിന് പുറത്തുള്ള പരിതസ്ഥിതിയിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ടെക്നോളജിയിലുണ്ടാകും, സാങ്കേതിക വിദ്യയിൽ മാറ്റം ഉണ്ടാകും, മാർക്കറ്റിൽ മാറ്റം ഉണ്ടാകും, പ്രൊഡക്ട്സിൽ മാറ്റം ഉണ്ടാകും. ഇങ്ങനെ ഫാഷനിൽ, സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയാണ്. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഈ സംഘടന, നല്ലൊരു സംഘടന ഉണ്ടെങ്കിൽ, നല്ലൊരു ഓർഗനൈസിങ് ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കും, സൗകര്യം ഉണ്ടാക്കും. അഞ്ചാമത്തെ, അപ്പോൾ 4 ഇമ്പോർട്ടൻസ് പഠിച്ചു. 1 വൈദഗ്ധ്യവൽക്കരണം ഉണ്ടാവും, 2 പ്രവർത്തന ബന്ധങ്ങളിൽ വ്യക്തതയുണ്ടാകും, 3 വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കും, 4 മാറ്റങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. 5ാമത്തെ പ്രാധാന്യമാണ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നല്ല ഫലപ്രദമായ ഭരണം ഉണ്ടാവും. കാരണം വ്യക്തികൾക്കും വകുപ്പുകൾക്കൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ നിശ്ചിത ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ആശയക്കുഴപ്പങ്ങളിൽ ഇല്ലാതെയാക്കുന്നു, ജോലി ഇരട്ടിപ്പിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കും. അപ്പോൾ ഈ
അതോറിറ്റി, ക്ലാരിറ്റി ഇൻ അതോറിറ്റിയിൽ ആരാണ് അതോറിറ്റി എന്നുള്ളത്, അധികാരം ആർക്കൊക്കെയാണുള്ളത് എന്നുള്ളത് കൃത്യമായി വ്യക്തതയുള്ളതുകൊണ്ട് നല്ല കാര്യക്ഷമമായ ഭരണം ഉണ്ടാകും. അടുത്ത് 6-ാമത്തേതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, ജീവനക്കാരുടെ വികസനം. സംഘാടനം മാനേജർമാർക്ക് അവർ സൃഷ്ടിപരത നൽകുന്നതാണ്. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. നല്ല സംഘാടനം ഉണ്ടെങ്കിൽ അത് മാനേജർമാരുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിക്കുന്നു. അപ്പോൾ ഈ നല്ല സംഘാടനം ഉണ്ടെങ്കിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സുപ്പീരിയേഴ്സ് ക്യാൻ ബി എൻഗേജ്ഡ് ഇൻ എക്സെപ്ഷണൽ മാറ്റേഴ്സ് ആൻഡ് ദ ലോവർ ലെവൽ മാനേജേഴ്സ് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ്. ഈ സുപ്പീരിയേഴ്സിന് അധികാരങ്ങളൊക്കെ ഇങ്ങനെ താഴെ തട്ടിലുള്ള മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സുപ്പീരിയേഴ്സിന്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മുകൾ തട്ടിലുള്ള മാനേജേഴ്സിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ താഴെ തട്ടിലുള്ള മാനേജേഴ്സിനും വികസിക്കാൻ അവർക്ക് അധികാരം കിട്ടുന്നതുകൊണ്ട് അവർക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നു. അത് അവരുടെ സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയെ വളർത്തും എന്നാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, ഈ മാനേജേഴ്സുമാരുടെ വികസനം ഉണ്ടാകുന്നു. നല്ല ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രാധാന്യമാണ്. 7-ാമത്തെ പ്രാധാന്യം എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വികാസവും വളർച്ചയും ഉണ്ടാകുന്നതാണ്. നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് നല്ല ഒരു സംഘടന സ്ഥാപനത്തിനുണ്ടെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ മാനേജ്മെൻറ്റ് കഴിയും. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതുപോലെ ആശയക്കുഴപ്പങ്ങൾ, അതുപോലെ സംഘട്ടനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാകും. ബിസിനസ് സ്ഥാപനത്തിന് വളർച്ചയും വികസനവും ഉണ്ടാകും എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിൻ്റെ 7-ാമത്തെ പ്രാധാന്യം. അപ്പോൾ 7 പ്രാധാന്യങ്ങളാണ് നമ്മൾ പഠിച്ച്. 1 ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യവൽക്കരണത്തിൻ്റെ നേട്ടമുണ്ടാവും. 2 ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻസ്, പ്രവർത്തന ബന്ധങ്ങളിൽ വ്യക്തത ഉണ്ടാകും. 3 ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം ഉണ്ടാകും. 4 അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, മാറ്റത്തിനനുസരിച്ച് മാറാൻ കഴിയും. 5 എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, നല്ല ഭരണം ഉണ്ടാവും, ഫലപ്രദമായ ഭരണം ഉണ്ടാവും. 6 ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, വ്യക്തികളുടെ വികസനം ഉണ്ടാകും, മാനേജർമാരുടെ വികസനം ഉണ്ടാകും, അവരുടെ സർഗശേഷി വർദ്ധിക്കുന്നു. 7 എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വികാസവും വളർച്ചയും ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകും. ഇതൊക്കെയാണ് സംഘാടനം കൊണ്ടുള്ള മെച്ചം. അപ്പോൾ നല്ലൊരു സംഘാടനം ഉണ്ടെങ്കിൽ ഇത്രയും നേട്ടങ്ങൾ ബിസിനസ് സ്ഥാപനത്തിന് നേടാൻ കഴിയും. അടുത്ത ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടന സംവിധാനം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ established pattern of relationships among various parts of the enterprise. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കൃത്യമായ ബന്ധമാണ്, ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജീരിയൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണെന്ന് ഇതിനെ പറയാം. മാനേജീരിയൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരം ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പൊസിഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഈ
ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിവിധ സ്ഥാനങ്ങളും വിവിധ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളാണ് അവിടെ പറയുന്നത്. ദ സ്ട്രക്ചർ പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് ദ ഫങ്ഷൻ. ഈ മാനേജ്മെൻറ്റിനും തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഒരു ചട്ടക്കൂട്, ഫ്രെയിംവർക്ക് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടനാ സംവിധാനം നൽകുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായും രണ്ട് തരം സംഘടനാ ഘടനയാണുള്ളത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ രണ്ട് തരം സംഘടനാ ഘടനയാണ്. സംഘടനാ ഘടന എന്നാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. രണ്ട് തരം സംഘടനാ ഘടനകളുണ്ട്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. വിവിധ ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിവിധ ജോലികളുടെ അടിസ്ഥാനത്തിൽ, ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ ഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലെ തൊഴിലാളികളും മാനേജ്മെൻറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന ഒരു ചട്ടക്കൂടാണ്, സംഘടനാ സംവിധാനമാണ്. സംഘടനാ ഘടനകൾ രണ്ട് തരമുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഘടന, ഫങ്ഷണൽ സ്ട്രക്ചർ. രണ്ടാമത്തേത് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ ഫങ്ഷനുകൾ, വിവിധ പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ ഫങ്ഷനുകളാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊഡക്ഷൻ മാത്രം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഇങ്ങനെ ഓരോ ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കലാണ് ഫങ്ഷണൽ ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓർ വർക്ക് ടു ബി ഡൺ ഇൻ ദ എൻ്റർപ്രൈസ്. എക്സാമ്പിൾ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സംഘടനാ സംവിധാനം, സംഘടനാ ഘടനയാണ് ഫങ്ഷണൽ ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഫങ്ഷണൽ ഘടനാരൂപം ഈ രീതിയിലാണ്. ഏറ്റവും മുകളിൽ മാനേജിംഗ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടറുടെ കീഴിൽ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ പേഴ്സണൽ മാനേജർ. ഇനി ഇതിനെ മാർക്കറ്റിംഗ് മാനേജറുടെ കീഴിൽ, മാർക്കറ്റിങ്ങിനെ വിവിധ പിന്നെ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റാം. അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഈ രീതിയിൽ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അതിനൊരു മാനേജർ, അഡ്വർടൈസ്മെൻറ്റ് മാനേജർ, സെയിൽസ് മാനേജർ, കസ്റ്റമർ സർവീസ് മാനേജർ, മാർക്കറ്റിംഗ് റിസർച്ച് മാനേജർ. അങ്ങനെ തരംതിരിക്കുന്നതിനാണ് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനാ ഘടന എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളും മാനേജ്മെൻറ്റും ഒക്കെ തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന ചട്ടക്കൂടാണ്. ഈ ഫ്രെയിംവർക്ക് രണ്ട് തരം ഫ്രെയിംവർക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണുള്ളത്, സംഘടനാ ഘടനയാണുള്ളത്. ഒന്നാമത്തേതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ ഘടന. ഫങ്ഷണൽ ഘടന എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ വിവിധ ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ, ജോലികളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുന്നതാണ് ഫങ്ഷണൽ ഘടന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണമാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള മാനേജ്മെൻറ്റ്. മാനേജിംഗ് ഡയറക്ടറുടെ കീഴിൽ പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പേഴ്സണൽ മാനേജർ. ഇനി ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും വിവിധ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി
തരംതിരിക്കാം. അതിന് ഉദാഹരണം ഒന്ന് ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ വീണ്ടും അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, മാർക്കറ്റിംഗ് റിസർച്ച് എന്നിങ്ങനെ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി ഇത്തരം സംഘടനാ ഘടന കൊണ്ടുള്ള മെച്ചങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അത് നമ്മളെ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതൊക്കെ തന്നെ ഇതിലും നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ ഒന്നാമത് പഠിച്ചു എന്താണ് സ്പെഷ്യലൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒരു മെച്ചാണ് സ്പെഷ്യലൈസേഷൻ അഥവാ വൈദഗ്ധ്യവൽക്കരണം കിട്ടുന്നു. അപ്പോൾ ഈ ഫങ്ഷണൽ സ്ട്രക്ചറിലും നമുക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടും, വൈദഗ്ധ്യവൽക്കരണം കിട്ടും. കാരണം ഇവിടെ പ്രൊഡക്ഷൻ മാനേജറുടെ കീഴിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരതുമായി ബന്ധപ്പെട്ട ജോലികൾ മാത്രം ചെയ്യുന്നതുകൊണ്ട് അവരതിലെന്തായിരിക്കും വളരെ വിദഗ്ധരായി മാറും. അപ്പോൾ സെയിൽസ്, മാർക്കറ്റിങ്ങിൻ്റെ കീഴിൽ സെയിൽസ്, ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസിലുള്ളവർ സെയിൽസ് മാത്രം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം ഏർപ്പെടുമ്പോൾ അവർ സെയിൽസ് വിൽപ്പന രംഗത്ത് വളരെ വിദഗ്ധരായിട്ട് മാറും. അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ ഫങ്ഷണൽ ഘടന കൊണ്ടുള്ള ഒരു പ്രധാന മെച്ചമാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. രണ്ടാമത്തെ മെച്ചം ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കൂടുതൽ നിയന്ത്രണവും ഏകോപനവും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരുപോലെ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ നിയന്ത്രണം ആ ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ബെറ്റർ കൺട്രോൾ, കൂടുതൽ നിയന്ത്രണവും ഏകോപനവും കിട്ടും ഈ ഫങ്ഷണൽ ഘടനയിൽ. മൂന്നാമത് ഇതിൻ്റെ മെച്ചാണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. ഇങ്ങനെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുമ്പോൾ മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, പിന്നെ മാനേജ്മെൻറ്റും അതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ എഫിഷ്യൻസി, കാര്യക്ഷമത വരും. അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ലീഡ്സ് ടു ഹൈ പ്രോഫിറ്റ്, അത് ഉയർന്ന ലാഭത്തിലേക്ക് നയിക്കുന്നു. ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. നാലാമത്തേത് കോസ്റ്റ് റിഡക്ഷൻ. ദിസ് സ്ട്രക്ചർ ഹെൽപ്സ് ടു മിനിമൈസ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഇത് നമ്മുടെ ജോലിയുടെ ഇരട്ടിപ്പ് ഒഴിവാക്കുന്നു, ജോലി ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നു. അങ്ങനെ ജോലിയുടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കുറയുന്നു. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു മെച്ചം. നാലാമത്തെ മെച്ചം ട്രെയിനിങ് ബിക്കം ഈസിയർ. ഓരോ ഫങ്ഷനും അടിസ്ഥാനത്തിലാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ പ്രൊഡക്ഷൻ, അപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷനിലുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് മാത്രം നൽകിയാൽ മതി. അങ്ങനെ ട്രെയിനിങ് തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എളുപ്പം ആയി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം. പിന്നെ ഡ്യൂ അറ്റൻഷൻ. ഇങ്ങനെ ഓരോ ഫങ്ഷൻ ഇറ്റ് എൻഷുവേഴ്സ് ഡ്യൂ അറ്റൻഷൻ ടു ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഓരോ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംഘടനയെ തരംതിരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫങ്ഷനും കൃത്യമായ പ്രൊഡക്ഷൻ ഫങ്ഷന് കൃത്യമായ അറ്റൻഷൻ, പ്രൊഡക്ഷൻ മാനേജറുടെ അറ്റൻഷൻ കിട്ടുന്നു, ശ്രദ്ധ കിട്ടുന്നു. അങ്ങനെ ഓരോ ഫങ്ഷനും കൃത്യമായ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആറാമത്തെ മേന്മ. അപ്പോൾ ഇതിന് 6 മേന്മകൾ, അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പഠിച്ചു. സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യവൽക്കരണം ഉണ്ടാകുന്നു, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതുപോലെ നല്ല നിയന്ത്രണവും ഏകോപനവും ഉണ്ടാവും, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്, ലാഭം വർദ്ധിക്കും, കോസ്റ്റ് റിഡക്ഷൻ, ചിലവ് കുറയും, ട്രെയിനിങ് ബിക്കം ഈസിയർ, ട്രെയിനിങ് കൊടുക്കുന്നത് എളുപ്പമാവും, ഡ്യൂ അറ്റൻഷൻ, മതിയായ ശ്രദ്ധ ലഭിക്കുന്നു. ഇനി ഇതിൻ്റെ പോരായ്മകൾ, ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ ഡിവിഷൻ. ഈ ഫങ്ഷണൽ ഘടനയുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. ഒന്നാമത്തെ പോരായ്മ സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അവഗണിക്കപ്പെടുന്നു. ഈ കാരണം ദ സ്ട്രക്ചർ ഗീവ്സ് മോർ എംഫസിസ് ടു ഫങ്ഷണൽ ഹെഡ്സ് അല്ലെങ്കിൽ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഈ ഘടനയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിന് മൊത്തത്തിലുള്ള ശ്രദ്ധ, ഓവറാൾ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു,
ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അപ്പോൾ സ്ഥാപനത്തിന് മൊത്തത്തിലുള്ള ലക്ഷ്യത്തിന് പ്രാധാന്യം കിട്ടാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രാധാന്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് ഇതുകൊണ്ടുള്ള ഒരു പോരായ്മയായിട്ട് പറയുന്നത്. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ്, സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു. രണ്ടാമത്തേത് കോർഡിനേഷൻ പ്രോബ്ലം, ഏകോപനം ബുദ്ധിമുട്ടാകും. കോർഡിനേഷൻ ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. കാരണം എന്താ, ഇവിടെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായി പ്രവർത്തിക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു ഏകോപനം ഇല്ലാതെ വന്നാൽ അത് ഒരു പ്രശ്നമായിട്ട് മാറും. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കൃത്യമായ ഏകോപനം ഉണ്ടാവണം. നാലാമത്തേത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്ട്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തമ്മിൽ കോൺഫ്ലിക്റ്റ്, സംഘർഷങ്ങൾ ഉണ്ടാകാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ നമ്മൾ പഠിച്ചു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസിസ്റ്റ് ഓൺ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് നിർബന്ധിച്ചാൽ അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഉൽപ്പാദനത്തിന് ആവശ്യമായ വിഭവങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ സമയത്ത് വാങ്ങാൻ പറ്റാതെ വന്നാൽ അത് അവർ തമ്മിലുള്ളൊരു സംഘർഷത്തിന് കാരണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള സംഘർഷത്തിന് കാരണം. അപ്പോൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള സംഘട്ടനത്തിന് ഇത് കാരണമായേക്കാം. ഈ തരത്തിലുള്ള സംഘടന എന്നാണ്. ഉദാഹരണം പറഞ്ഞു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ മാസത്തെ പ്രൊഡക്ഷൻ ഒരു ഇരട്ടിയായി വർദ്ധിപ്പിക്കണം എന്ന് അവർ പറയണം. എന്നിട്ട് അവർ അതിനാവശ്യമായ വിഭവങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സമയത്ത് തന്നെ വാങ്ങാൻ പ്രയാസം നേരിടും. അപ്പോൾ അവർ തമ്മിലുള്ളൊരു സംഘർഷത്തിന് കാരണമാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. പിന്നെ ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. ഇങ്ങനെ വരുമ്പോൾ ഈ ഫങ്ഷണൽ ഹെഡ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ ഓരോ മാനേജേഴ്സിനും ആ ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് ആവശ്യമായ ട്രെയിനിങ് അവർക്ക് കിട്ടാതെ വരും. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലേക്ക് ഇവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. ഇത്രയാണ് ഇതിൻ്റെ പോരായ്മകൾ. ഇത്രയാണ് നമ്മൾ ഫങ്ഷണൽ ഡിവിഷനെ കുറിച്ച് പഠിച്ച്. ഇനി രണ്ടാമത് നമ്മൾ ഉള്ള ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഇനി ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി, ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എത്തരം സ്ഥാപനങ്ങൾക്കാണ് അനുയോജ്യം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. വെൻ ദ സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ലാർജ്, വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ഈ ഫങ്ഷണൽ ഘടനയാണ് നല്ലത്. അതുപോലെ പ്രവർത്തനങ്ങൾ വൈവിധ്യമുള്ളവയാണെങ്കിൽ, ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ്, വേർ ദർ ആർ ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് എന്നാൽ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഇത്തരം സംഘടനയാണ്, ഫങ്ഷണൽ ഘടനയാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ വലിയ സ്ഥാപനമാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചറാണ് നല്ലത്. അതുപോലെ വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങളുടെ വിൽപ്പന ഉണ്ട്, അതുപോലെ വേറെ ഒരുപാട് ഐറ്റംസ് ഉള്ള മാനുഫാക്ചറിങ്സ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷണൽ സ്ട്രക്ചറാണ് നല്ലത്. അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് റിക്വയർഡ്, നല്ല രീതിയിലുള്ള വൈദഗ്ധ്യവൽക്കരണം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷണൽ ഘടനയാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഘടന എപ്പോഴാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണ്, അതുപോലെ വിവിധതരം വൈദഗ്ധ്യമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഘടനയാണ് ഏറ്റവും നല്ലത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ ഘടന എന്നുള്ളത് ഒരു സ്ഥാപനത്തിൽ ഓരോ
ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്ത ഡിവിഷനുകൾ രൂപീകരിക്കുകയും ഓരോ ഡിവിഷനുകളിലും ഉൽപ്പാദനം, മാർക്കറ്റിംഗ് തുടങ്ങിയ ഫംഗ്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന സംവിധാനത്തെ ഡിവിഷണൽ ഘടന എന്ന് പറയുന്നു. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ലാർജ് ഓർഗനൈസേഷൻ ഹാവിങ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓർ ഹാവിങ് ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. അപ്പോൾ ഈ ഡിവിഷണൽ ഘടന ഏറ്റവും അനുയോജ്യമായത് വലിയ സ്ഥാപനങ്ങൾക്കാണ്. അതുപോലെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, വ്യത്യസ്ത ഇനം പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്, വ്യത്യസ്ത ഇനം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് ഡിവിഷണൽ ഘടനയാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, വ്യത്യസ്ത ഇനം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യം ഡിവിഷണൽ ഘടനയാണ്. ഒരേ ഇനം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് ഫങ്ഷണൽ ഘടനയാണത്. എന്നാൽ വ്യത്യസ്ത ഇനം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾക്ക് ഡിവിഷണൽ ഘടനയാണ് നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ ഹാവിങ് ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് ഏരിയ, ഓരോ ഏരിയയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത ഏരിയകളിൽ ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണെങ്കിലും ഓരോ ഏരിയക്കനുസരിച്ച് ഡിവിഷണൽ ഘടന ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഏരിയ വൈസ് ആയിട്ട് കൊടുത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ നോർത്തേൺ ഡിവിഷൻ, ഈസ്റ്റേൺ ഡിവിഷൻ, സതേൺ ഡിവിഷൻ, ഓരോ ഡിവിഷന് കീഴിലും ഫങ്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ പറഞ്ഞിട്ട് ഓരോ ഫങ്ഷൻസ്, മാനേജേഴ്സ്. ഓരോ ഏരിയക്കും വ്യത്യസ്ത ഏരിയകളിൽ ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്. അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത ഇനം പ്രോഡക്റ്റുകൾ, ഇപ്പോൾ മാനേജിങ് ഡയറക്ടറുടെ കീഴിൽ ടെക്സ്റ്റൈൽസ് പ്രോഡക്റ്റ് ഉണ്ട്, സിമെൻറ്റ് പ്രോഡക്റ്റ് ഉൽപ്പാദനമുണ്ട്, ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്, കമ്പ്യൂട്ടർ, ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉൽപ്പാദനം നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ മാനേജേഴ്സ്, ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ ഗ്രൂപ്പ് തിരിക്കുകയാണ് നല്ലത്. ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഓരോ ഏരിയയുടെ അടിസ്ഥാനത്തിലോ സംഘടനയെ തരംതിരിക്കുന്ന രീതിയാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഡിവിഷണൽ ഘടന എന്ന് പറയുന്നത്. ഓരോ ഡിവിഷൻ്റെ കീഴിലും ഇപ്പോൾ സിമെൻറ്റ്, ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ ഫുഡ് പ്രോഡക്റ്റിൻ്റെ കീഴിൽ ഓരോ ഫങ്ഷൻസ് ഉണ്ടാകും, നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ്. അപ്പോൾ ഒരു ഡിവിഷൻ്റെ കീഴിലായിരിക്കും പിന്നെ ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാകുക. ഒരു ഡിവിഷൻ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കീഴിൽ പിന്നെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള തരംതിരിവ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ, ഈ രീതിയിലുള്ള തരംതിരിവാണ് പിന്നെ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒന്ന് നമുക്ക് പറയാം, എന്താണ്, വലിയ സ്ഥാപനങ്ങൾ വിവിധ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന അല്ലെങ്കിൽ വിവിധ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന വലിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. ഇതിൻ്റെ മേന്മകൾ ഒന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ, ഇവിടെ ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുന്നതുകൊണ്ട് ഓരോ പ്രോഡക്റ്റിലും എന്ത് ചെയ്യുന്നു, വൈദഗ്ധ്യവൽക്കരണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ ഓരോ ഡിവിഷണൽ ഹെഡിനും അതുമായി ബന്ധപ്പെട്ട കഴിവ് വർദ്ധിക്കും. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, വൈദഗ്ധ്യ വികസനം ഉണ്ടാകുന്നു. രണ്ടാമത്തെ മേന്മ അറിയുന്നത് ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിശ്ചയിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സിമെൻറ്റ്, അതുപോലെ സിമെൻറ്റ്, ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെ രീതിയിലാണ് സംഘടനയെ തരംതിരിച്ച്. ഇപ്പോൾ സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അതിനൊരു മാനേജർ, അപ്പോൾ സിമെൻറ്റിൻ്റെ ഹെഡ്, സിമെൻറ്റ് ഉൽപ്പാദനത്തിൻ്റെ ഹെഡ് ഡിവിഷണൽ ഹെഡാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഹെഡ്, ഡിവിഷൻ്റെ ഹെഡ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഡിവിഷൻ്റെ ഹെഡിന് ആ ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള ലാഭത്തിൻ്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓരോ മേഖലയും ഓരോ പ്രോഡക്റ്റിൻ്റെയും ലാഭ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഓരോ ഏരിയയുടെയും ലാഭത്തിൻ്റെ ഉത്തരവാദിത്തം ഓരോ ഡിവിഷൻ ഹെഡിനെ ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉത്തരവാദിത്തം നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വെച്ച. മൂന്നാമത്തെ ക്വിക്ക് ഡിസിഷൻസ്, പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിലുള്ള വേഗത.
കാരണം ഓരോ പ്രോഡക്റ്റും ഓരോ ഡിവിഷനും സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ ഡിവിഷനും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, നേരത്തെ പറഞ്ഞ തന്നെ വികസനത്തിനും വളർച്ചയ്ക്കുള്ള സൗകര്യം ഈ ഡിവിഷണൽ ഫങ്ഷൻ, ഈ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിൽ, ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ പിന്നെ വികസനത്തിനും വളർച്ചയ്ക്കുള്ള സൗകര്യം ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ കഴിവ് വർദ്ധിക്കും, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഓരോ ഡിവിഷൻ ഹെഡിനെ ഏൽപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ ക്വിക്ക് ഡിസിഷൻസ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നാലാമത്തെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്, വളർച്ചയും വികസനം ഉണ്ടാവും. ഈ 4 മേന്മകൾ ഒഴിച്ചു. അടുത്ത പോരായ്മകൾ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ പോരായ്മകൾ: ഒന്ന്, കോൺഫ്ലിക്റ്റ് എമംഗ് ഡിവിഷൻസ്. ഓരോ ഡിവിഷൻസിൻ്റെയും ഇടയിലും എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, സംഘർഷങ്ങൾ ഉണ്ടാവും. ഓരോ ഡിവിഷനും സിമെൻറ്റ് ഡിവിഷൻ, ടെക്സ്റ്റൈൽസ് ഡിവിഷൻ, ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ സംഘർഷങ്ങൾ ഉണ്ടാകാം. ഇൻക്രീസ്ഡ് കോസ്റ്റ്, ഇത് ഓരോ ഡിവിഷനും പിന്നെ വീണ്ടും എന്ത് ചെയ്യണം? ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിക്കണം. അപ്പോൾ ഓരോ ഡിവിഷനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഡിവിഷനും ഉണ്ടാകുമ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ വരും. ആക്ടിവിറ്റീസ് ഡ്യൂപ്ലിക്കേഷൻ, ഓരോ ഡിവിഷനും മാർക്കറ്റിംഗ് വേറെ വേറെ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് ചിലവ് വർദ്ധിക്കും, ഇൻക്രീസ്ഡ് കോസ്റ്റ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റീസ് ഹാംഫുൾ. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റീസ് ഹാംഫുൾ. ഇങ്ങനെ ഓരോ ഡിവിഷൻ്റെ മാനേജറും ഇൻഡിപെൻഡൻ്റ് ആണ്. ടെക്സ്റ്റൈൽസിൻ്റെ ഡിവിഷൻ്റെ മാനേജർ മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അയാൾ അത് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് സ്ഥാപനത്തിന് ഹാനികരമായിട്ട് മാറും. ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി, സ്വതന്ത്രമായിട്ടുള്ള അധികാരം ഉണ്ടാകുമ്പോൾ അത് സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാവും, ഹാനികരമാവും എന്നാണ് പറയുന്നത്. ഈ 3 പോരായ്മകളാണുള്ളത്. കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ചിലവ് വർദ്ധിക്കും, പിന്നെ ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി ആകുമ്പോൾ അത് സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാകും. ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു. വെൻ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ്, ഒരുപാട് തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഡിവിഷണൽ സ്ട്രക്ചറാണ് അനുയോജ്യം. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വർക്ക്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ഈ ഡിവിഷണൽ സ്ട്രക്ചറാണ് നല്ലത്. അതുപോലെ ഈ സ്ഥാപനം വെൻ ഓർഗനൈസേഷൻ ഗ്രോസ് ആൻഡ് റിക്വയർസ് മോർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സ്ഥാപനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണ്ടിവരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിവിഷനാണ് നല്ലത്. അപ്പോൾ വലിയ സ്ഥാപനങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണെങ്കിൽ ഇത്തരം ഡിവിഷണൽ സ്ട്രക്ചറാണ് അനുയോജ്യം. അതുപോലെ ഒരു രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചറാണ് അനുയോജ്യം. ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ സ്യൂട്ടബിലിറ്റി, അനുയോജ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് എഴുതിയെടുത്ത് വായിച്ച് നോക്കിയിട്ടൊന്ന് ശരിക്കും പഠിക്കുക. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം.